മക്കളെ എന്തുകൊണ്ട് വിശേഷം? എല്ലാരും സുഖമായിരിക്കുന്നല്ലോ. അമ്മക്കളീ സുഖമാണ്, വിശേഷം ഒന്നുമില്ല. ഒരു പുതിയ വെറൈറ്റി ഞാൻ കാണിക്കുന്നുണ്ട്. അതിന്റെ പേര് നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുന്നത് പറയണേ. ഞങ്ങളുടെ ഇവിടുത്തെ പേര് ഞാൻ പറയാം. അമ്മക്കളിയുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് കുറെ വെറൈറ്റികൾ ഞാനിപ്പോ നിങ്ങളെ കാണിക്കും. ഇത് കണ്ട കർണം പൊട്ടി പഴുത്ത് ഞാൻ വിത്തിന് നിർത്തിയിരിക്കുന്ന പഴുത്ത് നിൽക്കുന്നുണ്ടോ? അയ്യോ എന്തൊരു കളർ, നല്ല മാമ്പഴ കളറല്ലേ. വിത്തിനുള്ളത് ആദ്യം അങ്ങ് പറിക്കാം. അപ്പൊ എനിക്ക് അടുത്ത വർഷത്തിനുള്ള പരിപാടി ഒത്തു. ഇനി ഇതിന്റെ വിത്തില്ലെന്ന് പറഞ്ഞ് നമ്മൾ സങ്കടപ്പെടണ്ട. ഞാൻ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ, ഈ മുളക് വിളവെടുക്കുന്നത് കൊണ്ട്. ഈ മുളകിന് ഞങ്ങളുടെ ഇവിടെ ഒക്കെ കർണം പൊട്ടി എന്നാ പറയുന്നത്. നിങ്ങളുടെ അവിടെ ഒക്കെ എന്ത് പേരാ പറയുന്നതെന്ന് പറയണേ. പാസ്ത ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കുക. നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ക്യാപ്സിക്കം കിട്ടിക്കഴിഞ്ഞാൽ 2 മതി നമുക്ക് പാസ്തയ്ക്കകത്ത് തരാൻ. നല്ല ഓർഗാനിക് ക്യാപ്സിക്കം കണ്ട. ഇത് വേറൊരെണ്ണമാണേ, ക്യാപ്സിക്കം പോലെ വേറൊരു ടൈപ്പ്. മുളകിന്റെ വേറെ വെറൈറ്റി ഉണ്ടോ? ഇത് വേണ്ട, ഇത് വേറൊരു ടൈപ്പ്. നല്ല ഡാർക്ക് ഗ്രീൻ, ബോട്ടിൽ ഗ്രീൻ. അതുകൊണ്ട് 2. ഇതൊന്നും ക്യാപ്സിക്കം അല്ല കേട്ടോ. ഇനി ഒരെണ്ണമുണ്ട്. ഇതിന്റെ നീളം ഞാനിപ്പോ അളന്ന് നോക്കിയിട്ട് പറയാം എത്ര നീളം ഉണ്ടെന്നേ. അപ്പൊ ഇങ്ങനെ അങ്ങ് നീണ്ടു നിൽക്കുക. അപ്പൊ ഇതെല്ലാം നമുക്ക് പറിക്കാമേ. എന്തൊരു നീളമാണെന്ന് നോക്കി ഇതിന്. അയ്യോ ഇനിയുണ്ട്, തീർന്നിട്ടില്ല. അതേണ്ട ഇത്രയും നീളമുണ്ട് ഇതിന്. ഏറ്റവും കൂടുതൽ ഈ നീളമുള്ള മുളക് നമുക്ക് അങ്ങ് പറിക്കാം. എന്നിട്ട് ഇതിന്റെ നീളം ഒന്ന് അളന്ന് നോക്കാം. ഇതിന്റെ നീളം 10 ഇഞ്ച്. നമുക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല ഇതിന്റെ നീളം. ഇവിടെ കിടപ്പുണ്ട് നല്ല മുട്ടൻ. മുട്ടൻ എന്ന് പറഞ്ഞാൽ മുട്ടൻ കണ്ടോ, നീളം കണ്ടോ? നല്ല സൂപ്പർ ഐറ്റംസ് കാണിക്കാം. കണ്ടോ മുളക് കണ്ടോ? എന്തോരം വലിപ്പമുള്ള മുളകാന്നറിയാമോ? ഈ മുളകിന്റെ പേരെന്നറിയാമോ? അനഘേയം. ഇപ്പൊ ഇത് 4 നമുക്ക് പറിക്കത്തക്ക പോലെ ഉണ്ട്, വിളഞ്ഞത് കേട്ടോ. ഇത് വലിയ മുളകാന്നൊക്കെ. തീർന്നില്ല മക്കളെ, തീർന്നില്ല. കണ്ടോ മുളക് കിടക്കുന്നുണ്ടോ? ഇഷ്ടംപോലെ കിടപ്പുണ്ട്. ഇത് വേറൊരു വെറൈറ്റി ആണേ. ഇത് കണ്ടോ, ഇത് അത്ര നീളമില്ല, എന്നാലും ഏകദേശമൊക്കെ നല്ല വലിപ്പമുള്ള മുളക് കേട്ടോ. അത് മാത്രമല്ലതാ കണ്ടോ, ഇതിന്റെ വലിപ്പം നിങ്ങൾക്ക് വീഡിയോയിലേ അത്ര ഇതായിട്ട് കാണുമെന്ന് തോന്നില്ല. ഇത് കണ്ടോ എന്ത് വലിപ്പമാന്ന്. വേറൊരേനമാന്ന്. ഇത് ഇച്ചിരി കൂടെ ഒന്ന് മൂക്കണം. ഇത് കണ്ടോ, പച്ചമുളകുമല്ല എന്നാ ടൊമാറ്റോ ചില്ലിയുമല്ല. ഇത് വേറൊരു ടൈപ്പേ. ഇത് നല്ല എരിവുള്ള സംഭവം കേട്ടോ. പറിച്ച് കൂട്ടാം. ഇങ്ങോട്ട് ഇറങ്ങിയതല്ലേ, അപ്പൊ കിട്ടുന്നൊന്നും നമുക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റത്തില്ലല്ലോ. കിട്ടിയതൊക്കെ പറിച്ചിടുക. അപ്പൊ ഇന്ന് ഇത്രയെല്ലാം കൂടെ ഒക്കെ പറിച്ചു വെച്ചിട്ടുണ്ട്. കാന്താരി കണ്ടോ പല കളറിലാണേ. കുറെ മുളകുണ്ട്. എല്ലാം നീളം കൊണ്ടങ്ങ് വളഞ്ഞു എവിടേക്കോ പോയി കേട്ടോ. പാതിര തക്കാളി പറിച്ച് കൂട്ടാം നമുക്ക്. ഇഷ്ടം പോലുണ്ട്. ഞാൻ ചെറിയ പഴുപ്പിരയൊക്കെ വീഴുമ്പോഴേ പറിക്കുവാന്ന് ഞാൻ അന്നേ പറഞ്ഞില്ല. ഇല്ലെങ്കിൽ രാവിലെ വരുമ്പോഴത്തേക്ക് ഒന്നും കിട്ടത്തില്ല. പാതിര തക്കാളിയുടെ ഓവൽ ഷേപ്പിലുള്ളത് കൊണ്ട് കേട്ടോ. അതിന് എനിക്ക് കിട്ടിയിട്ടില്ല അതിന്റെ വിത്ത്. എവിടുന്നെങ്കിലും ഒപ്പിക്കണം നമുക്ക് ആ വിത്തൂടെ. ഇറങ്ങിയതല്ലേ, അപ്പൊ കിട്ടുന്ന എല്ലാം പറിക്കണമല്ലോ. അതാ ഉള്ളത് പറഞ്ഞാലേ നമ്മളെ ഓരോന്നോരോ നോക്കി ചെല്ലുമ്പോഴേ പല ഐറ്റങ്ങളും കിട്ടും. അതാ വിത്തിനുള്ളതും കിട്ടിയിട്ടുണ്ട്. നല്ല കൊട്ടയടിച്ച് ഉണങ്ങി നല്ല സൂപ്പറാ കിടപ്പുണ്ട്. ഇത് കണ്ട് ഇഷ്ടപ്പെടുന്നവരും കൊതി തോന്നുന്നവരും ഒരു ലൈക്കും കമന്റും ഒക്കെ ഒന്ന് അടിച്ചു വിടണേ. ഓ ഇത് നിറഞ്ഞു. ഇനിയിപ്പോ വേറെ ചാക്ക് തന്നെ എടുത്തോണ്ട് വരണം. കവറിലോട്ട് അങ്ങിടാൻ പോവാം. ഇതും വേറൊരു ഇനമാ കേട്ടോ. 2 ഉണ്ട്. എന്തൊരു വലിപ്പം നോക്കല്ലേ. സോയാബീൻസ് കണ്ടോ, ഒരുമാതിരി ആയതൊക്കെ കുറച്ചുകൊണ്ട് പോരുന്നു. സോയാബീൻസ് ഇഷ്ടം പോലെ ഇപ്പൊ പൂ വന്നിട്ടുണ്ട്. നമുക്ക് ചിലതൊന്നും കിട്ടത്തില്ല. വിത്തിന് നിർത്തിയിരുന്ന അതിൽ നിന്ന് തന്നെ പൊട്ടി പൊളിഞ്ഞു പോയി. എല്ലാം കൂടെ വെച്ചപ്പോ ടേബിളിലും സ്ഥലമില്ല. അതുകൊണ്ട് ഇത് ചട്ടിയിലും കവറിലും തന്നെ അങ്ങ് വെച്ച് കേട്ടോ മക്കളെ. ബാക്കിയെല്ലാം കൂടെ കമത്തിയപ്പോഴേ സ്ഥലമില്ലാഞ്ഞോണ്ട് ഇപ്പം ഇതും കൂടെ കൊണ്ടുപോയി ടേബിളിലോട്ട് ഇട്ടിട്ടെ. ബീൻസ് മാത്രം 8 കിലോ ഉണ്ട് കേട്ടോ. വിളവെടുപ്പ് തീർന്നില്ല മക്കളെ, തീർന്നില്ല. ഇതാണ് അമ്മക്കിളിയുടെ ഇന്നത്തെ പുതിയ വീഡിയോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കണേ.